വചനമൊഴി ദനഹക്കാലം 6-ാം ഞായർ. വചനഭാഗം പുറപ്പാട് 20:1-17, എസെക്കിയേൽ 11:14-21, കൊളോസോസ് 3:5-14, മത്തായിയുടെ സുവിശേഷം 5:17-26. ദനഹക്കാലത്തെ ഓരോ ഞായറാഴ്ചയും ഈശോയിലൂടെ നിറവേറിയ മിശിഹാ രഹസ്യങ്ങളെ ധ്യാനിക്കുകയാണ് നാം ചെയ്തിരുന്നത്. ആദ്യ ഞായറാഴ്ച മിശിഹ ആയിരുന്നവനും ആകുന്നവനും വരാനിരിക്കുന്നതിനുമാണ് എന്ന വചനം പങ്കുവച്ചു. തുടർന്നുള്ള ഞായറാഴ്ച സഭയിലൂടെ ഉദാശയിലൂടെ തുടരുന്ന ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് വിചിന്തനം ചെയ്തു. അതിനുശേഷമുള്ള ഞായറാഴ്ച സമരിയാക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിലൂടെ ഈശോ വരാനിരിക്കുന്ന മിശിഹായാണ് എന്ന കാര്യം വെളിപ്പെടുത്തി. കഴിഞ്ഞ ഞായറാഴ്ച ഈശോ പാപവിമോചകനായ മിശിഹായാണ് എന്ന സത്യം പ്രഘോഷിച്ചു. ദനഹക്കാലത്തെ അവസാന ഞായറാഴ്ചയായ ഇന്ന് ഈശോ നിയമത്തിന്റെ പൂർത്തീകരണം എന്ന രഹസ്യമാണ് വിചിന്തനം ചെയ്യപ്പെടുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്നുമുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലെന്നാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. നിയമവും പ്രവാചകന്മാരും എന്നതിലൂടെ പഴയ നിയമം മുഴുവനുമാണ് ഉദ്ദേശിക്കുന്നത്. പഴയ നിയമത്തിലൂടെ നൽകപ്പെട്ട ദൈവിക പദ്ധതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. വള്ളിയോ പുള്ളിയോ എന്നത് ഇയോട്ട അല്ലെങ്കിൽ കെറായിയ എന്ന് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നു. ഇയോട്ട എന്നത് അക്ഷരമാലയിലെ ഏറ്റവും ചെറിയ അക്ഷരമാണ്. കെറായിയ എന്നത് ഒരക്ഷരത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗത്തെ സൂചിപ്പിക്കുന്നു. ഈ എഴുതപ്പെട്ട നിയമത്തിന്റെ ഏതെങ്കിലും അക്ഷരമോ അതിന്റെ ഭാഗമോ മാറ്റപ്പെടുകയില്ല എന്നല്ല, മറിച്ച് ദൈവിക പദ്ധതിക്ക് ഒരു മാറ്റവും വരികയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ വചനത്തിലൂടെ. മിശിഹായിലൂടെ പൂർത്തിയാക്കപ്പെടുന്നത് ദൈവിക പദ്ധതിയാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. നിയമം പൂർത്തിയാകുന്നതിലൂടെ സ്വർഗരാജ്യ പ്രവേശനമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിനു യോഗ്യമായ ഒരു ജീവിത ശൈലിയാണ് മലയിലെ പ്രസംഗത്തിലൂടെ ഈശോ നൽകുന്നത്. മിശിഹായുടെ ശിഷ്യന്മാരുടെ ജീവിതം എന്തായിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അത് ഫരീസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ കവിഞ്ഞു നിൽക്കുന്നതായിരിക്കണം. തുടർന്നു വരുന്ന വചനങ്ങളിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ അന്തസത്തയെ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. കൊല്ലരുത് എന്ന നിയമത്തോട് ചേർത്ത് വ്യക്തിഹത്യയും കോപവും വിദ്വേഷവും എല്ലാം കാണണം. അവ ചെയ്യുന്നത് ഗൗരവമായ തെറ്റാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം മോശയിലൂടെ നിയമം നൽകിയെങ്കിൽ ഇവിടെ ഈശോ തന്നെ നിയമം നൽകിക്കൊണ്ട് മോശയിലൂടെ നൽകിയ നിയമത്തെ പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ടാണ് പൂർവികരോട് പറഞ്ഞിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിയമത്തിന്റെയും അന്തസത്ത എപ്രകാരമായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണത്തിൽ നാം കാണുന്നത് ദൈവം മോശയിലൂടെ നൽകിയ നിയമങ്ങളാണ്. സീനായി മലമുകളിൽ ദൈവം മോശയ്ക്ക് നിയമം നൽകുന്നതും മോശ അത് ജനത്തിന് വിശദീകരിക്കുന്നതുമാണ് കാണുന്നതെങ്കിൽ, സുവിശേഷത്തിൽ ഈശോ തന്നെ മലമുകളിലായിരുന്നു കൊണ്ട് ജനത്തിന് നിയമം നൽകുകയാണ്. സീനായി മലമുകളിൽ നൽകിയ നിയമത്തിൽ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് പറയുന്നത് പോലെ മലമുകളിൽ ഇരുന്ന് ഈശോ നൽകുന്ന പ്രബോധനത്തിലും ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധങ്ങൾ എപ്രകാരമായിരിക്കണമെന്നും നിയമത്തെ അതിന്റെ പൂർണ്ണതയിൽ എപ്രകാരം ജീവിക്കണമെന്നുമാണ് പ്രതിപാദിക്കുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള 2-ാം പ്രഘോഷണത്തിൽ നാം ശ്രവിക്കുന്നത് ജനത്തിന് പുതുഹൃദയവും പുതുജീവിതവും നൽകുന്നതിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തെ ജനതകളുടെ ഇടയിൽ നിന്ന് വിളിച്ചുകൂട്ടുകയും അവർക്കൊരു നവചൈതന്യം നൽകുകയും
അവർ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. കർത്താവിന്റെ കൽപ്പനകളും നിയമങ്ങളും എപ്രകാരം ശ്രദ്ധയോടെ പാലിക്കണമെന്ന കാര്യമാണ് ഈശോ മലയിലെ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കുന്നത്. ശരീരത്തിലെ ശിലാഹൃദയം മാറ്റി മാംസഹൃദയം നൽകും. പഴയതിനെ പൂർത്തിയാക്കിക്കൊണ്ട് നവ്യമായൊരു ജീവിത ശൈലി പ്രഖ്യാപിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് മിശിഹായിലൂടെ യാഥാർത്ഥ്യമാകുന്നതും. പൗലോസ് ശ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമാണ് മൂന്നാമത്തെ പ്രഘോഷണം. ശ്ലീഹ അവിടെ പറയുന്നത് മിശിഹായിൽ നവജീവിതം നടത്തുന്നവരുടെ ജീവിത ശൈലി എന്തായിരിക്കണമെന്നാണ്. തിന്മയെ ദ്വേഷിക്കാനും നന്മയിൽ മുറുകെ പിടിക്കുവാനും ശ്ലീഹ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരും പ്രിയപ്പെട്ടവരും എന്ന നിലയിൽ കാരുണ്യം, ദയ, വിനയം, ക്ഷമ എന്നിവ ധരിക്കുവിൻ. പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സർവവും സമ്പൂർണതയിൽ ബന്ധിക്കുന്ന സ്നേഹം ധരിക്കുവിൻ. മിശിഹായുടെ പരസ്യജീവിതകാലത്തെ അനുസ്മരിക്കുകയും അവിടുന്നിലൂടെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കുകയും ചെയ്യുന്ന ദനഹാകാലത്ത് മിശിഹായിൽ നവസൃഷ്ടിയാകുവാനുള്ള ക്ഷണത്തിന് പ്രത്യുത്തരം നൽകി ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. അടുത്ത ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന നോമ്പുകാലം അതിനുള്ള പ്രത്യേക അവസരമാക്കി മാറ്റാം. വിശുദ്ധിയിൽ വളരുവാനും വിശ്വസ്തതയിൽ ജീവിക്കുവാനും നമുക്ക് ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.